ഇനി പാലക്കാട്ടേക്ക് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി കമ്പിവേലിയിൽ കുടുങ്ങി. പുലി ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വാർത്തയിലേക്ക് തത്സമയം നിഖിൽ പ്രമേഷ് വിശദാംശങ്ങൾ പറയും. നമ്മളിപ്പോൾ കമ്പിവേലിയിൽ കുരുങ്ങിയ ആ പുലിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പുലർച്ചെയാണിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ പറമ്പിൽ ഇത്തരത്തിൽ പുലി കമ്പിവേലിയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇവർ കണ്ടത്. ഇതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ വിവരമറിയിക്കുകയും അവർ സംഭവ സ്ഥലത്തെത്തി. ഈ പുലിക്ക് ഇപ്പോഴും ജീവനുണ്ട്. അത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കത് കാണാൻ കഴിയും. ഇവിടെ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ചേരുന്നുണ്ട്. എപ്പോഴാണ് നമ്മളിത് കണ്ടത്? അപ്പോഴത്തെ സാഹചര്യം എന്തായിരുന്നു? ഇത് ഇന്ന് കാലത്ത് 5 മണിക്ക് ഈ പുലി ഈ കുടുക്കിൽപ്പെട്ട് നിലവിളി കേട്ടിട്ട് പരമൻ എന്ന് പറയുന്ന തൊട്ട വീട്ടുകാരൻ അറിയിച്ചത് അനുസരിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങൾ വരുന്ന ഈ പുലിയുടെ സാന്നിധ്യം പറയുന്നത് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചേകോല് മരുതി എന്ന് പറഞ്ഞവിടെ 1 മാസത്തോളം ഉണ്ടായിരുന്നു. 3 പശുക്കുട്ടി, 3 ആട്ടിൻകുട്ടി, 4 or 5 നായ്ക്കൾ ഇത് പിടിച്ചിട്ട് പോയി. അതിനുശേഷം അവിടെ ക്യാമറ വെക്കലും മറ്റും കഴിഞ്ഞതിന് ശേഷം പിന്നീട് 1 മാസം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടകുറിശി എന്ന് ഇവിടെ നിന്ന് കൊശവൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് 3 മാസത്തിന് മുമ്പ് വൈകുന്നേരം 7 മണിക്ക് പുലിയെ കാണാനിടയുണ്ടായി. അന്ന് ആ സാധനത്തിന് പിന്നീട് ഫോറസ്റ്റുകാർ വന്നു. ഇതൊക്കെ വന്നു. അതേ പുലി തന്നെയാണോ? പറയാൻ കഴിയില്ല. നമുക്ക് 2 എണ്ണത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നുണ്ട് കണ്ട പല കർഷകരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3ാമത്തെയാണ്. പല ആൾക്കാരുടെയും ഇതുപോലെയുള്ള ആട് മാട് ഇത് നഷ്ടപ്പെടുമ്പോൾ പല രീതിയിൽ നമ്മൾ പുലിയാണെന്നുള്ള വിശ്വാസമില്ല. ജനവാസ മേഖലയല്ലേ. ഇപ്പോൾ തികച്ചും ഇന്ന് കാലത്ത് 5 മണിക്കാണ് ഇത് കണ്ടിരിക്കുന്നത്. ഏകദേശം നല്ല 4-5 വയസ്സ് പ്രായമുള്ള ആരോഗ്യമുള്ള പുലിയാണ്. എന്തായാലും ഇതിപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് ആശങ്കയാണ്. ഡോക്ടർമാർ എത്തുന്നതിന് മുൻപ് തന്നെ അത് സ്വയം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ എവിടേക്കായിരിക്കും അത് ഓടുക എന്നുള്ളതൊക്കെ ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇവിടെയുള്ള ആളുകൾ ഒരുപാട് അധികം നാളുകളായി ഇവിടുത്തെ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് ഇത്തരത്തിൽ പുലിയുടെ സാന്നിധ്യമുണ്ട്, അതിനെ വേഗത്തിൽ പിടികൂടണം എന്നുള്ള ആവശ്യം നിങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് ആ സമയത്ത് കൂട് വെക്കാനൊക്കെ വനംവകുപ്പ് തയ്യാറായിരുന്നു. എന്താണ് അപ്പോഴത്തെ ഒരു സാഹചര്യം? വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അനുകൂലമായ സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടു കഴിഞ്ഞ് കറക്റ്റായിട്ട് ഇത് കണ്ടു അതിനെ ഇതേപോലെയുള്ള നേരിട്ട് വിടുവിച്ച് മാറ്റാനോ കൂട്ടിലാക്കിയിട്ട് മാറ്റാനോ ശ്രമിച്ചിരുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഇവിടുത്തെ കർഷകർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വന്യമൃഗശല്യത്തിൻ്റെ പേരിൽ പുലിയുടെയും. നമുക്കിപ്പോൾ കാണാൻ കഴിയും ഈ പുലിയെ ഇവിടുന്ന് പിടികൂടിയാൽ അത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അല്പസമയത്തിനകം അതിൻ്റെ പണി പൂർത്തിയാക്കുകയും ഇവിടെ നിന്ന് അത് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധോണിയിൽ നിന്നുള്ള സംഘം ഈ കൂടുമായിട്ട് ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. അത് ആ പണി പൂർത്തിയാകുന്ന അവിടെ ഇവിടേക്ക് എത്തിയ ഉടനെ തന്നെ അത് മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളൊപ്പം റേഞ്ച് ഓഫീസറുണ്ട്. സാർ, എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം? എന്താണ് പുലിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതെ, ഇതിപ്പോൾ നമ്മൾ പുലി പെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡോക്ടേഴ്സ്, RRT ടീം, ഈ 2 ടീമാണ് ഇതിൻ്റെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ പോലീസ് സ്ഥലത്തുണ്ട്, ജനപ്രതിനിധികൾ സ്ഥലത്തുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് എല്ലാവരും ഓൺ ദ വേ ആണ്. ഡോക്ടേഴ്സും ടീമും ഒക്കെ അവർ സ്ഥലത്തെത്തിയതിന് ശേഷമാണ് നമുക്ക് അതിനടുത്ത് ചെന്ന് പരിശോധിക്കാൻ കഴിയുള്ളൂ. എനിക്ക് തോന്നുന്നത് അതിനെ ഡാക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നിഗമനം. ഉറപ്പല്ല. അത് ഡോക്ടർ സ്ഥലത്തെത്തി ഇപ്പോൾ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വാഹനങ്ങൾ പ്രവേശിക്കാനും ഇതിനെ ഇവിടെ നിന്ന് മാറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ബേസിക് ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി വിദഗ്ധ സംഘം എത്തിയതിന് ശേഷം അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ 4-5 മണിക്കൂറായി ഉണ്ടാവില്ലേ? അപ്പോൾ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഇല്ല. അത് കാരണം അത് നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്, മുരളുന്നുണ്ട്. നിലവിലെ അവസ്ഥ വെച്ചിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. എന്തായാലും ഡോക്ടർ എത്തി. നമുക്ക് ബാക്കി നടപടികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെയ്യാം. കാര്യം കൂടെ, ഇത് സാധാരണ ഒരു കമ്പിവേലിയാണോ അതോ ഈ പന്നിക്കണി പോലത്തെ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ഇത് സാധാരണ കമ്പിവേലിയാണ്. അവരുടെ പ്രൊട്ടക്ഷനും അവർ 2 ബൗണ്ടറിയാണത്. ബാക്കി കാര്യങ്ങൾ നിയമ നടപടികളെല്ലാം നമ്മൾ ധോണിയിൽ നിന്നാണ് കൂട്. അതെ. എന്തായാലും ധോണിയിൽ നിന്ന് ഈ പുലിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കൂട് എത്തിച്ചതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും. അത് ഡാട്ട് ചെയ്ത ശേഷം മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. അത് അത്തരത്തിലുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. അല്ലെങ്കിൽ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും പുലി പ്രതികരിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്താൻ കഴിയില്ല. ഏത് തരത്തിലും പുലി പ്രതികരിച്ചേക്കാം. അപ്പോൾ അത് ഒരുപാടധികം ആളുകളൊക്കെ ഇവിടെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് കൂടുതൽ അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറ്റും. അതുകൊണ്ട് തന്നെ
പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിഗതികൾ ഒരു ശാന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പരമാവധി ആളുകളെയൊക്കെ മാറ്റി നിർത്തിയുമൊക്കെ സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മേഖലയിൽ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ വ്യക്തമാക്കുന്നത്. ഈ പുലിയുടെ സാന്നിധ്യം നേരത്തെ പല മേഖലകളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ മലയോര മേഖലയിലെ കർഷകർക്കും ഈ പ്രദേശവാസികൾക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് വന്യമൃഗശല്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അടിയന്തരമായ നടപടി ഈ കാര്യത്തിൽ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇതിപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ പുലിയുടെ കാര്യത്തിൽ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ കാര്യത്തിൽ? ഉണ്ട്, ആശങ്കയുണ്ട്. അത് ആവശ്യമായ ക്രമീകരണം ഏർപ്പെടുത്താൻ പോലീസ് എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വ്യക്തമാക്കുന്നത് എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ഈ പുലിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കൂടുമായിട്ടുള്ള സംഘവും എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ ഡാട്ട് ചെയ്യുകയും തുടർന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് അദ്ദേഹം അറിയിക്കുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഒരുപാടധികം ആളുകൾ ഈ വിവരം അറിഞ്ഞ് ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ ഇന്ന് പുലർച്ചെയാണ് ഈ സ്ഥലത്തെ ആളുകൾ ഇത് അറിയുന്നത്. ഉടനെ തന്നെ അവർ ഇവിടുത്തെ വാർഡ് മെമ്പറെയും ഒക്കെ വിവരം അറിയിച്ചു, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. അങ്ങനെ അവിടേക്ക് കൂടുതൽ ആളുകൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുമുണ്ട്. സ്വാഭാവികമായിട്ടും അല്പസമയത്തിനകം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ധോണിയിൽ നിന്നുള്ള കൂടുമായിട്ടുള്ള സംഘവും അതോടൊപ്പം തന്നെ ഈ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷം ഡാട്ട് ചെയ്ത ശേഷം ഇവിടെ നിന്ന് പുലിയെ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. SKN. ഓക്കെ, താങ്ക് യു നിഖിൽ പരമേഷ്. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നിഖിൽ പരമേഷ് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഈ സംഭവ സ്ഥലത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.